ജഗദീഷിന് റെയിൽവേ സ്റ്റേഷനിൽ ബേൽപൂരി വിൽക്കുന്ന ഒരു കടയുണ്ടായിരുന്നു. അവിടെ വരുന്ന യാത്രക്കാർ വളരെ സന്തോഷത്തോടെ ജഗദീഷിന്റെ കടയിൽ ആഹാരം കഴിക്കും. എല്ലാം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നു. അദ്ദേഹം ദിവസവും സന്തോഷത്തോടെ വീട്ടിലേക്ക് വരും. ദിവസവും കിട്ടുന്ന വരുമാനം ഭാര്യയുടെ കയ്യിൽ കൊടുക്കും. ഇതേപോലെ എപ്പോഴും നടന്നിട്ടുണ്ടാവും സവിത. നമുക്ക് വേഗം പുതിയ വീട് വാങ്ങാൻ പറ്റും. എല്ലാം ദൈവത്തിന്റെ കൃപ. നിങ്ങളുടെ വായിൽ പഞ്ചസാര ഇടണം. ദൈവം ഇതുപോലെ എന്നും നമ്മളെ ആശീർവദിക്കട്ടെ. അച്ഛാ, എനിക്ക് ആ വീട്ടിലെ തനിച്ച റൂം വേണം. പിന്നെ എനിക്കും. ആ, തീർച്ചയായും. കുറച്ചു മാസങ്ങൾക്ക് ശേഷം ജഗദീഷിന്റെ വണ്ടിക്കടയിലേക്ക് പോലീസ് വന്നു. നിന്റെ വണ്ടി ഇല്ലീഗലാണ്. നീ ഇപ്പൊ ഞങ്ങളുടെ കൂടെ സ്റ്റേഷനിലേക്ക് വരേണ്ടി വരും. സർ, ഞാൻ പല വർഷമായിട്ട് ഇവിടെ വണ്ടിക്കട വെച്ചിട്ടുണ്ട്. അതൊന്നും എനിക്ക് അറിയില്ല. ഇപ്പൊ ഞങ്ങളുടെ കൂടെ പോലീസ് സ്റ്റേഷനിലേക്ക് വാ. ജഗദീഷ് പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നു. ഇൻസ്പെക്ടർ അവനെ വാൺ ചെയ്തു. വേഗമായിട്ട് അവിടെ നിന്ന് നിന്റെ വണ്ടി എടുത്ത് മാറ്റിക്കോ. ഇല്ലെങ്കിൽ ഇല്ലീഗലായിട്ട് കട നടത്തിയെന്ന് പറഞ്ഞിട്ട് നിന്നെ ജയിലിലിടും. നിനക്ക് മനസ്സിലായോ? പക്ഷെ സർ, ഞാൻ എവിടെ പോവാനാ? അതൊന്നും എനിക്കറിയില്ല. എത്ര പെട്ടെന്ന് പോവാൻ പറ്റുമോ വേഗം വിട്ടോ. നീ കേട്ടോ? ഇൻസ്പെക്ടർ പറഞ്ഞത് കേട്ടിട്ട് ജഗദീഷ് പേടിച്ചു പോയി. അവൻ നേരെ തന്റെ വീട്ടിലേക്ക് പോയി തന്റെ ഭാര്യയോട് നടന്നതൊക്കെ പറഞ്ഞു. ഇനി നമ്മൾ എങ്ങോട്ട് പോവാനാ? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ ഒന്നിനും പേടിക്കണ്ട. ദൈവം തീർച്ചയായും നമ്മളെ സഹായിക്കും. നമുക്ക് തീർച്ചയായും ഏതെങ്കിലും ഒരു വഴി കിട്ടും. ഇപ്പൊ എനിക്ക് അവിശ്വാസം മാത്രമേ ഉള്ളൂ. ഞാൻ കുറച്ചു നേരത്തിൽ തിരിച്ചു വരാം. ജഗദീഷ് തന്റെ വീട്ടിൽ നിന്നും തിരിച്ചു തന്റെ വണ്ടിക്കടയെ കുറിച്ച് ആലോചിച്ചുകൊണ്ടേ വന്നു. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാനാ? ഇപ്പൊ ഞാൻ എന്റെ കട എവിടെ ഇടും? എന്നെ കൊണ്ട് എന്റെ കുടുംബത്തിന് മര്യാദയ്ക്ക് ഭക്ഷണം ഇടാൻ വെക്കാൻ പറ്റുമോ? എന്റെ ദൈവമേ. ഇങ്ങനെ ആലോചിച്ച് ജഗദീഷ് ഒരുപാട് വിഷമത്തിലായിരുന്നു. അവൻ പോകുന്ന വഴി അവൻ ശ്രദ്ധിച്ചതേയില്ല. അവന്റെ പുറകിൽ വന്ന ട്രക്കിന്റെ ഹോറൻ പോലും അവന്റെ കാതിൽ കേട്ടില്ല. ട്രക്ക് അവനെ ചെന്ന് ഇടിച്ചു. ആ ട്രക്ക് ജഗദീഷിനെ ഇടിച്ചു. ജഗദീഷിനെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തു. പക്ഷേ രക്തം ഒരുപാട് പോയതുകൊണ്ട് അവനെ രക്ഷിക്കാൻ പറ്റിയില്ല. സന്തോഷമായിരുന്ന ജഗദീഷിന്റെ കുടുംബത്തിന്റെ സന്തോഷം പോയി. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം സങ്കടം അല്പം മാറിയതിനു ശേഷം ഇനി ഞാനാണ് എന്തെങ്കിലും ജോലി നോക്കേണ്ടത്. വേണ്ട അമ്മേ, ഞാനുണ്ടല്ലേ. ഞാൻ എന്തെങ്കിലും ജോലി ചെയ്തോളാം. ഇല്ല മോനെ, നീ ഇപ്പോൾ വളരെ ചെറിയ കുട്ടിയാണ്. ഞാൻ ചെറിയ ചെക്കനൊന്നല്ല. ഞാനുള്ളവരെ നിങ്ങൾ ജോലിക്കൊന്നും പോവാൻ പാടില്ല അമ്മേ. ഞാൻ അച്ഛന് തള്ളുവണ്ടിയിലെ ബേൽപൂരി വെക്കാം അമ്മേ. ആ തള്ളുവണ്ടി ഉണ്ടെങ്കിലല്ലേ നിന്നെ കൊണ്ട് ബേൽപൂരി വിൽക്കാൻ പറ്റൂ. നിങ്ങൾ എന്താ പറയുന്നത്? അന്ന് ആ വിഷമത്തിലാണ് അച്ഛൻ വണ്ടി ഇടിച്ചു മരിച്ചത്. പോലീസുകാർ നിന്റെ അച്ഛന്റെ വണ്ടിക്കടയെ ഇല്ലീഗൽ എന്ന് പറഞ്ഞു. എന്നിട്ട് അതിനെ പെട്ടെന്ന് കാലി ചെയ്യാനും അദ്ദേഹം പറഞ്ഞു. ഇപ്പൊ നമ്മൾ എന്താ ചെയ്യാ? അതാണ് അറിയാത്തത്. ശരി, വാ, നമുക്ക് ആ വണ്ടിക്കട എടുക്കാം. സവിതയും കുട്ടികളും വണ്ടിക്കടയിനരികിലേക്ക് ചെന്നു. ആ വണ്ടിക്കടയെ വൃത്തി ചെയ്തു. അപ്പോഴാണ് തൊട്ടടുത്ത് വണ്ടിക്കട വെച്ചിരുന്ന ഒരാൾ അവരുടെ അടുത്തേക്ക് വന്നത്. നമസ്കാരം ചേട്ടത്തി. ചേട്ടൻ എങ്ങനെ നടന്നതിൽ എനിക്ക് വളരെ ദുഃഖമുണ്ട്. അദ്ദേഹം എൻ്റെ ഒരു നല്ല സുഹൃത്താണ്. ഒരു പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ മറക്കാതെ എന്നോട് ചോദിക്കൂ ചേട്ടത്തി. ചേട്ടാ, അദ്ദേഹം പോയതിനു ശേഷം ഞാൻ എന്തെങ്കിലും ഒരു ജോലി ചെയ്തേ പറ്റൂ. നിങ്ങളോട് എനിക്ക് അനുയോജ്യമായ എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ പറയൂ. നിങ്ങൾക്കുള്ള ജോലിയില്ല, പക്ഷെ നിങ്ങളുടെ മോന് പറ്റിയ ഒരു ജോലിയുണ്ട്. പയ്യൻ വളരെ ചെറിയ പയ്യനല്ലേ? അങ്കിൾ, നിങ്ങൾ എന്ത് ജോലിയാണെന്ന് പറ. നിന്റെ അച്ഛൻ ചെയ്ത ജോലി തന്നെയാണ് മോനെ. നീ ട്രെയിനിന്റെ ഉള്ളിൽ പോയി ചുറ്റി ബേൽപൂരി വെക്കണം. അതിലും നല്ല വ്യാപാരവും ഉണ്ട്. പിന്നെ കട വെക്കുന്ന പ്രശ്നം ഉണ്ടാവില്ലല്ലോ. പക്ഷേ നിന്നെ കൊണ്ട് ഈ ജോലി ചെയ്യാൻ പറ്റുമോ? ആ, തീർച്ചയായും. പക്ഷെ മോനെ, നീ വളരെ ചെറിയ കുട്ടിയാണ്. പിന്നെ നീ സ്കൂളിലേക്ക് പോകണ്ടേ? അമ്മേ, ഞാൻ സ്കൂളിലും പോവും, ഇവിടെ ജോലിയും ഞാൻ ചെയ്യും. നിങ്ങൾ എന്നെ പറ്റി വിഷമിക്കണ്ട അമ്മേ. രാമിന് ഇപ്പോൾ ഒരു വഴി കിട്ടി. അടുത്ത ദിവസം മുതൽ അവൻ തലയിൽ കൂടയുമായി പുറപ്പെട്ടു. ബേൽ വാങ്ങിച്ചോളൂ, ബേൽപൂരി വന്ന് വാങ്ങിച്ചോളൂ, ബേൽപൂരി വരൂ. യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് രാമിന്റെ ബേൽ ഒരുപാട് ഇഷ്ടപ്പെട്ടു. പതുക്കെ അവന്റെ വ്യാപാരം വളർന്നു. ഇപ്പോൾ ദിവസവും രാവിലെ അവൻ സ്കൂളിലേക്ക് പോകും. സ്കൂളിൽ നിന്ന് തിരിച്ചു വന്നതും വൈകുന്നേരം 4-5 മണിക്കൂർ ട്രെയിനിൽ ബേൽപൂരി വിൽക്കും. എന്നിട്ട് താൻ ഉണ്ടാക്കുന്ന എല്ലാ കാശും തന്റെ അമ്മയുടെ കയ്യിൽ നൽകും. അല്ല മോനെ, ഇന്ന് നിനക്ക് ഒരുപാട് വരുമാനം വന്നിട്ടുണ്ട്. അതെന്താ വെച്ചാൽ ഞാൻ 6 ട്രെയിനിലെ ബേൽ വെക്കുള്ളൂ. പക്ഷേ ഞാൻ ഇപ്രാവശ്യം 8 ട്രെയിനിലാണ് ബേൽ വെച്ചത്. അമ്മയ്ക്ക് ഒരു കാര്യം അറിയോ? എല്ലാവർക്കും എന്റെ ബേൽ ഇഷ്ടായിട്ടുണ്ട്. തീർച്ചയായും നീ അത്രയ്ക്കും കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ മോനെ, കുറച്ച് റെസ്റ്റ് എടുത്തോണേ. അത് ഞാൻ ദിവസം ഉറങ്ങുന്നുണ്ടല്ലോ അമ്മേ. ഞാൻ പറയുന്നത് എന്തെന്നാൽ എപ്പോഴെങ്കിലും നിന്റെ കൂട്ടുകാരോട് കളിക്കാൻ പോ.
നിന്റെ അച്ഛൻ മരിച്ചതിനു ശേഷം നീ ഒരിക്കലും കളിക്കാറേയില്ല. അമ്മേ, ഞാനിപ്പോ വലിയവനായി, എനിക്ക് കളിക്കാനുള്ള നേരൊന്നും ആവശ്യമില്ല. ഇങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. ഇപ്പോൾ രാം സ്കൂളിൽ നിന്നും കോളേജിലേക്ക് പോയി. ഒരു ദിവസം അവൻ ട്രെയിനിൽ ബേൽ വിറ്റുകൊണ്ടിരുന്നു. അവന്റെ കോളേജിലെ ചില ചെറുക്കന്മാർ അവനെ അവിടെ വെച്ച് കണ്ടു. ഇവൻ നമ്മൾ കോളേജിൽ പഠിക്കുന്ന ചെക്കനല്ലേ? ഇവൻ ബേൽപൂരി വെക്കുകയാണല്ലേ? ഇവനെ പോലെ ആൾക്കാർക്കൊക്കെയാണോ ഈ ഒരു കോളേജിൽ അഡ്മിഷൻ തരുന്നത്? ആ പയ്യന്മാർ രാമിനെ കളിയാക്കി. പക്ഷെ അവർ സംസാരിക്കുന്നത് റാം വലിയ കാര്യമാക്കിയില്ല. റാം ഈ ജോലി ചെയ്യുന്നത് കൊണ്ടാണ് അവന്റെ കുടുംബം നടത്താൻ പറ്റിയത്. അവന്റെ അനിയത്തി കവിത കോളേജിൽ പഠിക്കുന്നു. അവൻ സന്തോഷത്തോടെയാണ്. അമ്മേ, ഇതാമേ കവിതയ്ക്കുള്ള കോളേജ് ഫീസാണ്. പിന്നെ ഈ പണം അവൾക്ക് പുതിയ ഡ്രസ്സ് വാങ്ങാനും. പിന്നെ നിങ്ങളും വാങ്ങിച്ചോളൂ, അവൾക്ക് പിറന്നാൾ വരുന്നുണ്ടല്ലോ. ശരി മോനെ. രാമിന്റെ സന്തോഷം അവന്റെ കുടുംബത്തിന്റെ സന്തോഷമാണ്. ഒരു വർഷത്തിനു ശേഷം രാമിന് MBA കോളേജിൽ അഡ്മിഷൻ കിട്ടി. ഇന്ന് അവൻ വളരെ സന്തോഷത്തോടെയാണ്. ഞാൻ എന്ത് ചെയ്താലും ശരിയമ്മേ, ഇന്ന് എന്റെ സ്വപ്നം നിറവേറാൻ പോവുകയാണ് അമ്മേ. തീർച്ചയായിട്ടും മോനെ, ദൈവം എപ്പോഴും നിന്നോടൊപ്പം ഉണ്ട് മോനെ. നീ എപ്പോഴും സന്തോഷത്തോടെ ആയിരിക്കും. രാം MBA പഠിക്കുമ്പോൾ പോലും ട്രെയിനിൽ ബേൽ വിൽക്കുന്നത് അവൻ വിട്ടില്ല. പിന്നെ കുറച്ചു ദിവസത്തിനകം രാമിന്റെ MBA പഠിത്തം തീർന്നു. പിന്നെ തന്റെ അനിയത്തിയും പഠിത്തം പൂർത്തിയാക്കി. അമ്മേ, ഞാൻ എന്റെ ഇപ്പൊ ബിസിനസ് തുടങ്ങാൻ പോവുകയാണ്. എന്ത് ബിസിനസ് ആണ് മോനെ? ടീ ആൻഡ് ടിഫൻ. എന്താ മോനെ പറയുന്നേ? അമ്മേ, ടീ ടിഫൻ ബിസിനസ് കാണാൻ ചെറുതായിരിക്കും, പക്ഷെ അതൊരു വലിയ ബൂമിംഗ് ബിസിനസ് ആണ് അമ്മേ. അതിൽ നന്നായിട്ട് കാശുണ്ടാക്കാൻ പറ്റും. എന്റെ ആഗ്രഹം എന്താ വെച്ചാൽ ഇതുപോലെ കുറെ ഫുഡ് ചെയിൻ പാർട്ട്നേഴ്സ് ഉണ്ടാക്കണം, എല്ലാ സ്ഥലത്തും ഉണ്ടാവണം. തീർച്ചയായും മോനെ. സവിതയും രാമിനെ സഹായിച്ചു. പിന്നെ അവരെല്ലാരും കൂടി അവരുടെ ആദ്യത്തെ ടീ ടിഫൻ കട സ്റ്റാർട്ട് ചെയ്തു. പിന്നെ രാമിന്റെ ആലോചന വളരെ ശരിയായിരുന്നു. ആ കടയിലേക്ക് ഒരുപാട് ആൾക്കാർ വരാൻ തുടങ്ങി. അവന്റെ ടിഫന്റെ ക്വാണ്ടിറ്റി അധികമായി. കുറച്ചു മാസങ്ങൾക്ക് ശേഷം അമ്മേ, ഇപ്പോൾ എന്റെ അടുത്ത് 5 ലക്ഷം രൂപ ഉണ്ട്. ഇപ്പൊ എന്നെ കൊണ്ട് എനിക്ക് പുതിയ 2 സ്റ്റാൾ ഓപ്പൺ ചെയ്യാൻ പറ്റും. പിന്നെ എന്തിനാ സമയം കളയുന്നത്? റാം വീണ്ടും 2 സ്റ്റാൾ ഓപ്പൺ ചെയ്തു. ഒന്ന് റെയിൽവേ സ്റ്റേഷനിൽ, പിന്നെ ഒന്ന് മാർക്കറ്റിൽ. ഒരുപാട് കസ്റ്റമർ ഉള്ള സ്ഥലത്ത് അവന്റെ ടീ ടിഫൻ കട നന്നായിട്ട് പോയി. ഇപ്പോൾ ഓരോ സ്ഥലത്തും കസ്റ്റമേഴ്സ് കൂട്ടത്തോടെ വരാൻ തുടങ്ങി. 2 വർഷത്തിനകം തന്നെ റാമിന്റെ ടീ ടിഫൻ ചായക്കട 25 മാറി. അവന്റെ ഫോട്ടോസ് ന്യൂസ് പേപ്പറിൽ വരാൻ തുടങ്ങി. അമ്മേ നോക്കൂ, ചേട്ടന്റെ ഫോട്ടോ പേപ്പറിൽ വന്നിരിക്കുന്നു. മോനെ, നീ ഇന്ന് എനിക്ക് പ്രശംസ നേടി തന്നിരിക്കുന്നു. ഈ പേരും എല്ലാം അമ്മയ്ക്കാണ് പോയി ചേരുക. എനിക്കല്ല മോനെ, ഇതിന്റെ അവകാശം നിനക്കും നിന്റെ പ്രയത്നത്തിനുമാണ്. കളിക്കേണ്ട വയസ്സിൽ നീ ജോലി ചെയ്യേണ്ടി വന്നു. അമ്മേ, ഞാൻ എന്റെ ജീവിതത്തിൽ പഠിച്ച ഒറ്റ പാഠം ഇതാണ്. ഞാൻ വ്യാപാരം പ്രാക്ടിക്കലായിട്ട് പഠിക്കാൻ തുടങ്ങി. അതുകൊണ്ട് എന്റെ ടീ കട വ്യാപാരം നല്ല ബിസിനസ് ആവാനും നല്ല വളർച്ചയും ഉണ്ടായി. ആ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് നീ ഒരുപാട് സാധിക്കണം. നീ എപ്പോഴും സന്തോഷമായിരിക്കണം. ആ വർഷം രാമിന് യങ്ങസ്റ്റ് എന്റർപ്രനർ അവാർഡ് കിട്ടി. അത് ശരി സർ, നിങ്ങളുടെ ഈ ടീ ടിഫൻ സെന്റർ നിങ്ങൾക്ക് ചെറുതായിട്ട് തോന്നുന്നില്ലേ? ഇല്ല, ഏത് ബിസിനസ്സും ചെറുത് വലുതൊന്നുമില്ല. ഞാൻ ചെറുപ്പത്തില് ട്രെയിനില് ബേൽപൂരി ആയിരുന്നു വിറ്റോണ്ടിരുന്നത്. അതിന് മത്സരമായിട്ട് ഈ ബിസിനസ്സും വലിയ ബിസിനസ്സാണ് സർ. ഞങ്ങൾ കേട്ടിട്ടുണ്ട് നിങ്ങൾ MBA പഠിച്ചതും നിങ്ങൾ അനിയത്തി പഠിപ്പിച്ചതും വീട്ടിൽ ചെല്ലുന്നതും ഒക്കെ നിങ്ങളാണ് നോക്കുന്നതെന്ന്. അതെ സർ, ആ സമയത്ത് ഞങ്ങളെ നോക്കാനും ഭക്ഷണം തരാനും ആരുമില്ലായിരുന്നു. എന്റെ സിറ്റുവേഷൻ ആണ് കാരണം ഞാൻ ഇത്രയും വലിയ സക്സസ് ആവാനുള്ള കാരണം സർ. അന്ന് ചെറുപ്പത്തിൽ ഞാൻ ബേൽപൂരി വിൽക്കുന്നതിൽ എനിക്ക് ഒരു നാണവുമില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് ഈ വലിയ റാം ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നതിൽ എനിക്ക് ഒരു നാണവുമില്ല. അമേസിംഗ്. എല്ലാരും കേട്ടില്ലേ? രാം പറയുന്നത് വളരെ ശരിയാണ്. ഏതൊരു ബിസിനസ്സും ചെറുത് വലുതൊന്നുമില്ല. റാമിന്റെ സക്സസിന്റെ കാര്യം അദ്ദേഹത്തിന്റെ സിറ്റുവേഷൻ ആണ്. അദ്ദേഹത്തിന്റെ പ്രശ്നം തന്നെ അദ്ദേഹത്തിന് വെല്ലുവിളിയായിട്ട് മാറ്റി അദ്ദേഹം വലിയ ആളായി കഴിഞ്ഞു. രമാകാന്ത് ഒരു ഡാബ ഓണറായിരുന്നു. അയാളുടെ ഡാബ ഹൈവേയിലുമായിരുന്നു. അതുകൊണ്ട് അവിടെ കസ്റ്റമേഴ്സിന്റെ ഒരു കൂട്ടം തന്നെ എപ്പോഴും ഉണ്ടായിരുന്നു. ചേട്ടാ, ഒരു ചോളപ്പൂരി, ഒരു പുലാവ്, ഒരു ദാൽ കിച്ചടി, കുറച്ച് വേഗം തരൂ. ആ ശരി ശരി, നിങ്ങൾ ഇരിക്കൂ. രമാകാന്ത് അദ്ദേഹത്തിന്റെ ഡാബയിൽ ഒരുപാട് സമയം ജോലി ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ രാത്രി ഒരുപാട് ലേറ്റായി വീട്ടിൽ പോയപ്പോൾ അയാളുടെ മകൾ നീലിമ അയാൾക്ക് വേണ്ടി കാത്തുനിന്നു. മോൾ ഇപ്പോഴും ഉറങ്ങിയില്ലേ? അച്ഛാ, അച്ഛൻ കഴിക്കുന്നതിന് മുൻപ് ഞാൻ എന്നെങ്കിലും ഉറങ്ങിയിട്ടുണ്ടോ? പറയേ. ഇതുവരെ അങ്ങനെയല്ല, ഇനി സംഭവിക്കാമല്ലോ. അതെന്താ അച്ഛാ? എന്തുകൊണ്ടെന്നാൽ ഞാൻ നിന്റെ വിവാഹത്തിനു വേണ്ടി ചെക്കനെ ആലോചിച്ചു. എന്താ അച്ഛാ? എനിക്ക് കല്യാണം ഒന്നും കഴിക്കണ്ട. എല്ലാ പെൺകുട്ടികളും ഇങ്ങനെ തന്നെയാ പറയുന്നത്.
എന്നാൽ അമ്മായി അമ്മയുടെ വീട്ടിൽ പോയതും അവരുടെ അമ്മയും അച്ഛനെയും അങ്ങ് മറന്നു കളയും. അവരങ്ങനെ ചെയ്യുമായിരിക്കും, പക്ഷേ ഞാൻ അങ്ങനെയല്ല. അച്ഛാ, നമ്മളുടെ കൂടെ നിൽക്കുന്നത് പോലെ ഒരു പയ്യനെ അച്ഛൻ എനിക്ക് വേണ്ടി നോക്കിക്കൂടെ? നിങ്ങളുടെ മകളുടെ ആഗ്രഹം കണ്ടോ? ഇവിടെ നോക്കുമോളെ, നീ ഏതെങ്കിലും ഒരു വീട്ടിൽ പോയേ പറ്റൂ. അതല്ലേ നാട്ടുനടപ്പ്. അപ്പോൾ അച്ഛൻ എന്നെ അച്ഛനിൽ നിന്ന് അകറ്റാൻ പോവുകയാണോ? അങ്ങനെയൊന്നുമില്ല. എന്നാൽ നിന്നെ വിവാഹം കഴിച്ച് അയച്ചല്ലേ പറ്റൂ. ഞാൻ നിനക്ക് എങ്ങനെയുള്ള ചെക്കനെയാണ് അന്വേഷിക്കുന്നതെന്ന് അറിയാമോ? അവൻ നിന്നെ നോക്കുമ്പോൾ ഞങ്ങളുടെ രണ്ടുപേരുടെയും ഓർമ്മകൾ നിനക്ക് വരാൻ പാടില്ല. അച്ഛനും തുടങ്ങിയോ? അയ്യോ, രണ്ടുപേരും സംസാരിച്ചു കഴിഞ്ഞെങ്കിൽ കഴിക്കാൻ വരൂ. നേരം രാത്രിയായി. ശരി. രമാകാന്ത് അദ്ദേഹത്തിന്റെ മകളെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ അയാളുടെ മകൾ മറ്റൊരു വീട്ടിലേക്ക് വിവാഹം കഴിഞ്ഞു പോകും. അതുകൊണ്ട് ഇപ്പോൾ രമാകാന്ത് വീണ്ടും ഒരുപാട് സമയം ഡാബയിൽ ജോലി ചെയ്തുകൊണ്ട് നിന്നു. എന്തു പറ്റി മുതലാളി? ഇന്ന് ഇത്ര സമയമായല്ലോ, എന്നാൽ ഡാബ അടയ്ക്കുന്നതേയില്ല. സമയമൊക്കെ ആയി, എന്നാൽ ഇനിയും കസ്റ്റമേഴ്സ് വരുമോ എന്ന് ഞാൻ നോക്കുക. എന്റെ മകളുടെ കല്യാണത്തിനു വേണ്ടി പണമുണ്ടാക്കണ്ടേ? ശരി മുതലാളി, മുതലാളിയുടെ മകളുടെ കല്യാണം നമുക്ക് ഗ്രാൻഡായി നടത്താം. ഉറപ്പായും. രമാകാന്തിന്റെ ജോലിക്കാരും അയാളെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു. അവരും അവിടെ ഓവർ ടൈം ജോലി ചെയ്തു. ഒരു മാസത്തിനു ശേഷം നീലിമയെ കാണാൻ പയ്യന്റെ വീട്ടിൽ നിന്നും ആൾക്കാർ വന്നു. അവർക്ക് നീലിമയെ ഒരുപാട് ഇഷ്ടമാവുകയും ചെയ്തു. 2 മാസങ്ങൾക്ക് ശേഷം ഒരു നല്ല മുഹൂർത്തമുണ്ട്. ഇവരുടെ വിവാഹം നമുക്ക് അന്ന് വെച്ചാലോ? ശരി സ്വാമിജി. നീലിമയുടെ കല്യാണം ഉറപ്പിച്ചതിൽ എല്ലാവരും ഒരുപാട് സന്തോഷിച്ചു. രമാകാന്ത് എല്ലാ വശങ്ങളിൽ നിന്നും പണം സംഭരിച്ചുകൊണ്ടേയിരുന്നു. തന്റെ മകളുടെ കല്യാണത്തിന് ഒരു കുറവും വരുത്തരുതെന്ന് അദ്ദേഹം ഉറപ്പിച്ചു. എന്നാൽ ഒരു ദിവസം അദ്ദേഹം ഒരുപാട് ധൃതിയിൽ ഹൈവേ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിന് ഒരു ട്രക്ക് വന്ന് ഇടിച്ചു. അദ്ദേഹം അവിടെ തന്നെ മരിക്കുകയും ചെയ്തു. ഏത് വീട്ടിലാണോ കല്യാണം നടക്കേണ്ടത്, ഇപ്പോൾ ആ വീട്ടിൽ മരണം സംഭവിച്ചു. വീടിന്റെ ഗ്രഹനാഥൻ തന്നെ മരിച്ചു. ഇപ്പോൾ സരിതയ്ക്കും നീലമിക്കും ആരുമില്ല. കുറച്ചു നാളുകൾക്ക് ശേഷം കിഷോർ രമാകാന്തിന്റെ വീട്ടിലേക്ക് വന്നു. ആ പെങ്ങള്, നിങ്ങളുടെ ഭർത്താവ് എൻ്റെ കയ്യിൽ നിന്നും 2 ലക്ഷം രൂപ കടം വാങ്ങിയിരുന്നു. മകളുടെ കല്യാണത്തിന് വേണ്ടി. കല്യാണം കഴിയുമ്പോൾ തരാമെന്ന് പറഞ്ഞു. എന്നാൽ അദ്ദേഹം ഇപ്പോൾ ഇല്ലല്ലോ. അപ്പോൾ എൻ്റെ പണം ആര് തിരിച്ചു തരും? ചേട്ടാ, അദ്ദേഹം ഇതിനെക്കുറിച്ച് ഒന്നും സംസാരിച്ചിട്ടില്ല. അതൊന്നും എനിക്കറിയണ്ട. നിങ്ങൾ പറയൂ, എൻ്റെ പണം ആര് തിരിച്ചു തരുമെന്ന്. ഞാൻ തിരിച്ചു തരാം. എന്റെ അച്ഛന്റെ എല്ലാ കടവും ഞാൻ തീർക്കാം. നിങ്ങൾ എനിക്ക് വെറും 6 മാസം സമയം തന്നാൽ മതി. ശരി, എന്നാൽ ഞാൻ 6 മാസം കഴിയുമ്പോൾ തിരിച്ചു വരും. എന്നാൽ അതിനുള്ളിൽ പണം റെഡിയാക്കി വെച്ചോളൂ. സരിത തലയിൽ കൈവച്ച് ഇരുന്നു. അമ്മേ, അമ്മ വിഷമിക്കണ്ട. എല്ലാം ശരിയാകും. എന്നാൽ ഈ കടമെല്ലാം നമ്മൾ എങ്ങനെ തീർക്കും? ജോലി ചെയ്യും. ഞാൻ അച്ഛന്റെ ഡാബ നടത്താം. എന്നാൽ മോളെ, നീ എങ്ങനെ ഇതൊക്കെ ചെയ്യാനാ? ചെയ്യും അമ്മേ. അച്ഛൻ എന്റെ ഒപ്പം തന്നെയുണ്ട്. അങ്ങനെ നീലിമ അടുത്ത ദിവസം തന്നെ ഡാബയിലേക്ക് പോയി. മുത്തശ്ശ, ഇനി മുതൽ ഞാൻ ഡാബ നടത്താം. ശരി മോളെ. മോളുടെ അച്ഛൻ ഞങ്ങളെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഞങ്ങൾ എല്ലാവരും മോളുടെ കൂടെ ഉണ്ട്. നിങ്ങളിൽ നിന്ന് ഇതാണ് പ്രതീക്ഷിക്കുന്നത്. ഡാബയിൽ വണ്ടികൾ നിൽക്കാൻ തുടങ്ങി. ജനങ്ങൾ കഴിക്കാനും വന്നുകൊണ്ടിരുന്നു. നീലിമ എല്ലാവരുടെയും ഓർഡറും പിന്നെ പണവും വാങ്ങിയിരുന്നു. അവൾ പകൽ മുതൽ രാത്രി വരെ ഡാബ നോക്കി നടത്തി. ഡാബ അടയ്ക്കുന്ന സമയം നീലിമ പണം എത്ര കിട്ടിയെന്ന് നോക്കി. ഇന്ന് വെറും 3000 രൂപയേ കിട്ടിയുള്ളൂ. 1500 രൂപയേ ഉള്ളൂ ലാഭം. ഇങ്ങനെ തന്നെ പോയാൽ ഞാൻ കിഷോർ അമ്മാവന്റെ കടം എങ്ങനെ തീർക്കും? ദൈവമേ, എന്നെ സഹായിക്കൂ. ഇങ്ങനെ കുറെ നാളുകളായി നീലിമ കഷ്ടപ്പെട്ട് ജോലി നോക്കിക്കൊണ്ടേ നിന്നു. എന്നാൽ അവൾ സമ്പാദിക്കുന്ന ലാഭം വളരെ കുറവായിരുന്നു. അവളിപ്പോൾ ഒട്ടും സന്തോഷത്തിലേയല്ല. ഒരുപാട് ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം എല്ലാ ജോലിക്കാരും പുറപ്പെട്ടുപോയി. അപ്പോൾ നീലിമ ഡാബ ക്ലോസ് ചെയ്യാനും തുടങ്ങി. അപ്പോഴാണ് ഒരു വൃദ്ധനായ ഗുരു നീലിമയുടെ അടുത്തേക്ക് വന്നത്.
നോക്കൂ മോളെ, ഞാൻ 2 ദിവസമായി പട്ടിണിയാണ്. കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തരാമോ? വരൂ, ഇരിക്കൂ. എന്നാൽ മോളെ, നിനക്ക് തരാനായി എന്റെ കയ്യിൽ പണമൊന്നുമില്ല. കുഴപ്പമില്ല. നീലിമ കിച്ചണിലേക്ക് പോയി. അവിടെ മെഴുക്കുവരട്ടിയുണ്ടായിരുന്നു, എന്നാൽ റൊട്ടിയില്ല. അവിടെ റൊട്ടിയുണ്ടാക്കാനുള്ള മാവുള്ളത് നീലിമ കണ്ടു. അവൾ ഉടനെ അടുപ്പ് കത്തിച്ച് ഒരു കലത്തിൽ 2 റൊട്ടികൾ ഉണ്ടാക്കിയെടുത്തു. പിന്നെ മെഴുക്കുവരട്ടിയോടൊപ്പം അവൾ ഉണ്ടാക്കിയ റൊട്ടികൾ ആ ഗുരുവിന് വിളമ്പിക്കൊടുത്തു. ഗുരു ഒരുപാട് വിശപ്പിലായിരുന്നു. ഭക്ഷണം കണ്ടതും അദ്ദേഹം കഴിക്കാൻ തുടങ്ങി. കഴിച്ചു കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം തന്റെ കൈകളും കഴുകി. ഒരുപാട് നന്ദി മോളെ, നീ ഇന്ന് ഒരു ദരിദ്രന്റെ വയറ് നിറച്ചു. ദൈവം എപ്പോഴും നിന്നെ നന്നായി നോക്കും. ദൈവത്തിനോട് ഞാൻ ഉറപ്പായും നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എനിക്ക് വേണ്ടി വേണ്ട, എന്റെ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കാമോ? അദ്ദേഹം ഈ ലോകത്തിലില്ല. കുറച്ചു നേരത്തിനുള്ളിൽ ആ ഗുരു നീലിമയുടെ ഭൂതകാലത്തെക്കുറിച്ച് മനസ്സിലാക്കിയെടുത്തു. നീ യഥാർത്ഥത്തിൽ വളരെ നല്ലൊരു കുട്ടിയാണ്. നിന്റെ ഈ പോരാട്ടത്തിൽ ഉറപ്പായും ഞാൻ നിന്നെ സഹായിക്കാം. ഏത് പാത്രത്തിൽ നീ ഈ റൊട്ടി ഉണ്ടാക്കിയോ ആ പാത്രം ഇന്നു മുതൽ ഒരു മാന്ത്രിക പാത്രമായി മാറും. ആരൊക്കെ നീ ആ പാത്രം കൊണ്ടുണ്ടാക്കി കൊടുത്ത റൊട്ടി കഴിക്കുന്നു അവർ ഉറപ്പായും മറ്റൊരു റൊട്ടി കൂടെ കഴിക്കാതെ പോവുകയേയില്ല. അതിലൂടെ നിനക്ക് ഉറപ്പായും പല മടങ്ങ് പണവും സമ്പാദിക്കാൻ കഴിയും. ആ ഗുരു നീലിമയ്ക്ക് ആശീർവാദവും നൽകി അവിടെ നിന്നും പുറപ്പെട്ടു പോയി. അങ്ങനെ നീലിമ ഡാബയും ക്ലോസ് ചെയ്ത് വീട്ടിലേക്കും പോയി. അടുത്ത ദിവസം നീലിമ ഡാബ തുറന്നു. എപ്പോഴത്തെയും പോലെ കസ്റ്റമേഴ്സും വന്നു. ഒരു കസ്റ്റമർ കലം കൊണ്ടുള്ള റൊട്ടി ഓർഡർ ചെയ്തു. ഒരു കലം റൊട്ടി കൂടി. അയാൾ 2ാമത്തെ റൊട്ടിയും കഴിച്ചു. ഒരെണ്ണം കൂടി താമോളെ. അയ്യോ, എന്താ നീ 3ാമത്തെ കലം റൊട്ടിയാ ചോദിക്കുന്നത്? എന്ത് ചെയ്യാനാ, ഇതുവരെ ഞാൻ ഇത്രയും രുചിയുള്ള കലം റൊട്ടി കഴിച്ചിട്ടേയില്ല. നീയും കഴിച്ചു നോക്ക്. പിന്നെ എന്താ, ആരൊക്കെ കലം കൊണ്ടുള്ള റൊട്ടി ഓർഡർ ചെയ്തോ അവർ വീണ്ടും വീണ്ടും ഓർഡർ ചെയ്തുകൊണ്ടേയിരുന്നു. ദിവസം മുഴുവനും കലം കൊണ്ടുള്ള റൊട്ടി ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു. രാത്രിയായപ്പോൾ നീലിമ പണം എത്ര വന്നെന്ന് നോക്കിയപ്പോൾ അവൾ ഷോക്കായിപ്പോയി. ഒരു ദിവസം കൊണ്ട് അവളുടെ ലാഭം 10 മടങ്ങായി മാറി. ഇന്നത്തെ ലാഭം 15,000 രൂപയോ? അവൾ സന്തോഷത്തോടെ വീട്ടിലേക്ക് പോയി തന്റെ അമ്മയോട് എല്ലാ കാര്യവും പറഞ്ഞു. മോളെ, ഇതെങ്ങനെ സാധിച്ചു? അമ്മേ, ഇതെല്ലാം ആ ഗുരുവിന്റെ ആശീർവാദമാ. അദ്ദേഹത്തിന്റെ ആശീർവാദത്താൽ ആ കലം മാന്ത്രിക കലമായി മാറി. ഇനി അച്ഛന്റെ കടമെല്ലാം നമുക്ക് വേഗം അടയ്ക്കാം. ദൈവത്തിന് 1000 നന്ദി. നീലിമ ഇപ്പോൾ സന്തോഷത്തിലാണ്. അവൾ ഡാബയിൽ വളരെ സന്തോഷത്തോടെ ജോലി ചെയ്തു. 1 മാസത്തിന് ശേഷം കിഷോർ നീലിമയുടെ ഡാബയിലേക്ക് വന്നു. നോക്കുമോളെ, നിനക്ക് ഓർമ്മയില്ലേ? 1 മാസം ഇപ്പോൾ കഴിഞ്ഞു. ആ, ഓർമ്മയുണ്ട്. നീലിമ ടേബിളിൽ നിന്ന് 2 ലക്ഷം രൂപയെടുത്ത് അത് കിഷോറിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. ഇതാ നിങ്ങളുടെ പണം. ഇത്ര പെട്ടെന്നോ? മോളെ, ഇത്രയും പണം നീ എങ്ങനെ ഇത്ര വേഗം റെഡിയാക്കി? ദൈവത്തിന്റെ കൃപ കൊണ്ട്. നീലിമ കിഷോറിന്റെ ചെവിയിൽ അവളുടെ മാന്ത്രിക കലത്തിനെ കുറിച്ച് പറഞ്ഞു. അന്നു മുതൽ കച്ചവടം നന്നായി നടക്കുന്നുണ്ട്. വരുമാനവും കൂടിയിട്ടുണ്ട്. നല്ല കാര്യം. ഇനി വരുന്ന കാലം മോള് നന്നായി ജീവിക്കേ. എന്റെ ആശീർവാദം എപ്പോഴും നിന്നോടൊപ്പം ഉണ്ടായിരിക്കും. കിഷോർ നീലിമയെ ആശീർവദിച്ച് അവിടെ നിന്നും പോയി. എന്നാൽ അയാളുടെ മനസ്സിൽ അസൂയയുണ്ടായിരുന്നു. രാത്രി ഡാബ ക്ലോസ് ആയതിനു ശേഷം കിഷോർ ആ മാന്ത്രിക കലം കൈക്കലാക്കാൻ വേണ്ടി ഡാബയിലേക്ക് വന്നു. എന്നാൽ കിഷോർ ആ കലത്തിൽ തൊട്ട ഉടനെ കലം ചൂടാകാനായി തുടങ്ങി. ആ കലം അപ്പോൾ എത്ര ചൂടായെന്നാൽ അത് ചുമന്ന നിറത്തിലും മാറി. ഇതിൽ കിഷോറിന്റെ കൈയും പൊള്ളി. എന്റെ കയ്യ്, അയ്യോ എന്റെ കയ്യ്. കിഷോറിന് അവന്റെ അത്യാഗ്രഹത്തിനുള്ള ശിക്ഷ കിട്ടി. അവന് ആ മാന്ത്രിക റൊട്ടി കലവും കിട്ടിയില്ല, അതോടൊപ്പം അയാളുടെ കൈകളും പൊള്ളിപ്പോയി. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അത്യാഗ്രഹപ്പെടാനേ പാടില്ല. ഷിംല എന്നൊരു നാട്ടിൽ സൂര്യ എന്നൊരു പയ്യൻ ഉണ്ടായിരുന്നു. സൂര്യയുടെ അച്ഛന് ഒരു ചായക്കടയുമുണ്ട്. അവൻ രാവിലെ അവരെ സഹായിച്ച് സ്കൂളിലേക്ക് പോകുമായിരുന്നു. എന്നാൽ സ്കൂളിൽ സൂര്യയോട് ആരും അങ്ങനെ സംസാരിക്കുകയില്ലായിരുന്നു. കാരണം അവൻ ഒരു ചായക്കടക്കാരന്റെ മകനല്ലേ. അവൻ എല്ലാവരുമായി സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു. പല ഫ്രണ്ട്സുകളുടെ ഗ്രൂപ്പിലും ചേരണമെന്നും ആഗ്രഹിച്ചു. എന്നാൽ ആരും അവനോട് സംസാരിച്ചതേയില്ല. അവൻ അതും മറികടന്ന് ആരോടെങ്കിലും സംസാരിക്കാൻ ശ്രമിച്ചാൽ എല്ലാവരും അവനെ കളിയാക്കുമായിരുന്നു. ആരെങ്കിലും എന്റെ കൂടെ വീഡിയോ ഗെയിം കളിക്കുന്നോ? ഹാ, ഞാൻ കളിക്കാൻ വരാം.
അയ്യേ, ഞാൻ ചായ ഉണ്ടാക്കാനല്ല ഗെയിം കളിക്കാനാ വിളിച്ചത്. നീ വരണ്ട. സൂരി ഒരുപാട് വേദനിച്ചിരുന്നു. അവൻ വീട്ടിലേക്ക് പോയതും മുഖം താഴ്ത്തി പിടിച്ചിരിക്കാൻ തുടങ്ങി. സൂര്യയുടെ അച്ഛൻ ഇതെല്ലാം ശ്രദ്ധിച്ച് അവന് വേണ്ടി കഴിക്കാൻ ഭക്ഷണം കൊണ്ടുവന്നു. ആ, എന്തു പറ്റി സൂരി? നീ നല്ല വിഷമത്തിലാണല്ലോ. ഇതാ കഴിക്ക്, നല്ല രുചിയുണ്ട്. അച്ഛാ, അച്ഛൻ എന്താ വേറെ ജോലിയൊന്നും നോക്കാത്തത്? അച്ഛന് ചെയ്യാൻ ഈ ഒരു ജോലി മാത്രമേ കിട്ടിയുള്ളൂ. ചായ കച്ചവടത്തിന് എന്താ കുഴപ്പം? ദിവസവും എല്ലാവർക്കും ഡിമാൻഡുള്ള സാധനമാണ്. ഇല്ല, എന്റെ ഫ്രണ്ട്സ് എല്ലാവരും എന്നെ കളിയാക്കുക. അവരെന്നെ കളിക്കാനൊന്നും ചേർക്കുന്നതേ ഇല്ല. മോൻ എന്താ കളിക്കേണ്ടത്? ഇപ്പോൾ തന്നെ കളിക്കാം. അച്ഛന്റെ കൂടെ ഇല്ല, എനിക്ക് അവരുടെ കൂടെ കളിക്കണം. ഇങ്ങനെ പറഞ്ഞ് അവൻ ഒന്നും കഴിക്കാതെ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. സൂര്യയുടെ അച്ഛനും സൂരി പറയുന്നത് കേട്ട് ഒരുപാട് വിഷമിച്ചു. കാരണം അദ്ദേഹം കാരണമാണ് സൂര്യയുടെ എല്ലാ ഫ്രണ്ട്സും സൂര്യയെ അവഗണിച്ചിരുന്നത്. അടുത്ത ദിവസം മുതൽ അദ്ദേഹം ചായ വിൽക്കുന്നതോടൊപ്പം വേറെ ഒരു ജോലിയും അന്വേഷിക്കുന്നുണ്ടായിരുന്നു. മറ്റൊരു വശത്ത് സൂര്യയുടെ സ്കൂളിൽ കുട്ടികളെ വെളിയിൽ ട്രിപ്പിന് കൊണ്ടുപോകാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നിങ്ങളെ എല്ലാവരെയും കാട്ടിലേക്ക് ട്രിപ്പിന് കൊണ്ടുപോകുന്നുണ്ട്. അതിന് എന്തൊക്കെയാണ് ആവശ്യം എല്ലാം പാക്ക് ചെയ്തോളൂ കേട്ടോ. കുട്ടികളെല്ലാവരും ഒരുപാട് സന്തോഷിച്ചു. സൂരി വീട്ടിലേക്ക് വന്നതും തന്റെ അച്ഛനോട് ഈ കാര്യം പറഞ്ഞു. അച്ഛാ, ഞങ്ങളുടെ സ്കൂളിൽ നിന്നും കാട്ടിലേക്ക് ട്രിപ്പിന് കൊണ്ടുപോകുക. എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തു തരൂ. ആ, കൊള്ളാമല്ലോ. അതെന്തായാലും നന്നായി. പോകുമ്പോൾ എന്തെങ്കിലും ഒരു പാത്രം നീ എടുത്തുകൊണ്ട് പോ. അവിടെ പോയി നിനക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാം കേട്ടോ. ശരി അച്ഛാ, ഉറപ്പായും. പിന്നെ നിന്റെ അടുത്ത് വേറൊരു കാര്യം പറയണം. ഞാനൊരു പുതിയ ജോലി അന്വേഷിക്കുക. ഇനി മുതൽ നിന്റെ ഫ്രണ്ട്സിനോട് നീ അപമാനപ്പെടേണ്ട കാര്യമില്ല. അവർ നിന്നോട് ഇനി സംസാരിച്ചോളും. സത്യമായിട്ടും? അതെ. സൂരി സന്തോഷത്തോടെ തന്റെ അച്ഛനെ കെട്ടിപ്പിടിച്ചു. ചില ദിവസങ്ങൾക്ക് ശേഷം കാട്ടിലേക്ക് ട്രിപ്പ് പോകാനുള്ള ദിവസവും വന്നു. എല്ലാവരും ആ കാട്ടിലേക്ക് പോയതും അവർ ട്രെക്കിംഗ് ചെയ്യാൻ തുടങ്ങി. ഞാൻ എല്ലാവരെയും 4 ഗ്രൂപ്പ് ആക്കാൻ പോകുക. അതിൽ ഒരാൾ ലീഡറായിരിക്കും. അവരെല്ലാവരും ഒത്തൊരുമയോടെ എല്ലാ ജോലിയും ചെയ്യണം. എല്ലാവരും ലീഡർ പറയുന്നത് കേൾക്കണം കേട്ടോ. എല്ലാവരും അവരുടെ ബാഗും എടുത്ത് ട്രെക്കിംഗ് തുടങ്ങി. ആ, ആരെയാ ലീഡർ ആക്കിയത്? ഇവന് ചായ അല്ലാതെ വേറെ ഒന്നും അറിയില്ല. എല്ലാവരും ചിരിക്കാൻ തുടങ്ങി. എന്നാൽ സൂര്യയുടെ മനസ്സ് ഒരുപാട് വേദനിച്ചു. കുറച്ചു ദൂരം നടന്നു പോയപ്പോൾ അയാന് ക്ഷീണമായി. ശരി, ഇവിടെ കുറച്ചു നേരം നിൽക്കാം, എന്തെങ്കിലും കഴിക്കാം. മറ്റുള്ളവരും സമ്മതിച്ച് അവർ അവിടെ തന്നെ നിന്നു. ഇല്ല, നമ്മൾ നിൽക്കാൻ പാടില്ല. ഇങ്ങനെ നമ്മൾ നിന്നാൽ ലേറ്റായി പോകും. കുറച്ചു സമയത്തിനുള്ളിൽ ഇനി നേരവും ഇരുട്ടും. എന്താ, ലീഡറായെന്ന് വെച്ച് ഞങ്ങൾക്ക് ഓർഡർ ഇടുവാണോ? ഹാ, ഇല്ല, ഞങ്ങൾ വരില്ല. നീ വേണമെങ്കിൽ പൊയ്ക്കോ. ഞങ്ങൾക്ക് കുറച്ച് കഴിക്കണം, എന്നിട്ടേ വരൂ. പോ പോ. സൂരി എത്ര പറഞ്ഞിട്ടും അവർ അവിടെ തന്നെ നിന്നു. ലീഡർ ആയതുകൊണ്ട് സൂര്യക്ക് അവരെ വിടാൻ സാധിച്ചില്ല. അവനും അവരുടെ കൂടെ തന്നെ നിന്നു. കുറച്ചു നേരത്തിനുള്ളിൽ ടീച്ചറും മറ്റു കുട്ടികളും അവർ മുൻപിലേക്ക് പോയി. എന്നാൽ ഇവർ അതേ സ്ഥലത്ത് തന്നെ നിന്നു. കുറച്ചുനേരം വിശ്രമിച്ച് കഴിച്ചതിന് ശേഷം അവരെല്ലാവരും തിരിച്ച് ട്രെക്കിംഗ് തുടങ്ങി. എന്നാൽ അന്ന് വളരെ വേഗം സൂര്യൻ അസ്തമിച്ചു. അതുകൊണ്ട് അന്തരീക്ഷവും ഇരുട്ടായി. അയ്യോ, രാത്രിയായല്ലോ. ഇപ്പോ ഒന്നും കാണാൻ പറ്റുന്നില്ല. മറ്റു കുട്ടികളും പേടിക്കാൻ തുടങ്ങി. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അവർക്ക് എന്ത് പ്രശ്നം വന്നെന്നാൽ അവിടെ നിന്നും പോകാനുള്ള വഴി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായി. അതുകൊണ്ട് അവർക്ക് അവിടെ തന്നെ താമസിക്കേണ്ടി വന്നു. ഇപ്പോൾ എനിക്കും വഴിയറിയില്ല. എനിക്ക് തോന്നുന്നു നമ്മൾ ഉച്ചത്തിൽ വിളിക്കണമെന്ന്. ഉടനെ എല്ലാവരും ചേർന്ന് ടീച്ചറിനെയും ബാക്കിയുള്ള കുട്ടികളെയും ഒച്ചത്തിൽ വിളിച്ചു. എന്നാൽ അതിലൊരു പ്രയോജനവുമില്ലായിരുന്നു. ടീച്ചർ, ടീച്ചർ, ഞാൻ വിളിക്കുന്നത് കേൾക്കാമോ? ഞങ്ങളിവിടെ പെട്ടു. ആരെങ്കിലും ഉണ്ടോ? എല്ലാവരും ശബ്ദമുണ്ടാക്കി നോക്കി. എന്നാൽ ഒരു മറുപടിയും കിട്ടിയില്ല. നമ്മൾ ഒരുപാട് പിന്നിലായിപ്പോയി. നമുക്ക് മുൻപോട്ടുള്ള വഴിയും അറിയില്ല. അതുകൊണ്ട് നമുക്ക് ഇവിടെ നിൽക്കാം. ഒരുപക്ഷെ നമ്മൾ മുൻപോട്ട് പോയാൽ നമുക്ക് വഴി തെറ്റും. ഇല്ല, നമ്മൾ ഇനിയും ട്രൈ ചെയ്യണം. കൃത്യസ്ഥലത്ത് നമ്മൾ എത്തിയാലോ? രാത്രി ഒരുപാട് നേരമായി. മൃഗങ്ങൾ വല്ലതും വരുമോ? ടീച്ചർ നമ്മളെ അന്വേഷിച്ച് ഉറപ്പായും വരും. അതുകൊണ്ട് നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം. എല്ലാവർക്കും അത് ശരിയായി തോന്നി. അവർ അവിടെ തന്നെ താമസിച്ചു. എന്നാൽ കുറച്ചു നേരത്തിനുള്ളിൽ രാത്രിയുമായി. നല്ല തണുത്ത കാറ്റും വീശുന്നുണ്ടായിരുന്നു. അതോടൊപ്പം അവരുടെ കയ്യിലുണ്ടായിരുന്ന ഭക്ഷണവും തീരുന്നുണ്ടായിരുന്നു. അയ്യോ, ഭക്ഷണമെല്ലാം തീർന്നു. കുറച്ചു കഴിയുമ്പോൾ വെള്ളവും തീർന്നു പോകുമല്ലോ.
ഇപ്പോൾ ഉള്ളത് കഴിക്കാം. എന്നാൽ പോകണമല്ലോ. എന്നാൽ എവിടെ പോകും? റോഡ് എവിടെയാണെന്ന് നമുക്കറിയില്ലല്ലോ. എനിക്കിവിടെ പേടിയാകുന്നു. ഏതെങ്കിലും മൃഗം വന്നാൽ എന്ത് ചെയ്യും? അയ്യോ, നന്നായി തണുക്കുന്നുണ്ടല്ലോ. എനിക്കും തണുക്കുന്നു. ഞാൻ തീ കത്തിക്കാം. അവരെല്ലാവരും ചേർന്ന് തീയും കത്തിച്ചു. കുറച്ചു സമയത്തിന് ശേഷം കത്തുന്ന തീയും കുറയാൻ തുടങ്ങി. ഇപ്പോൾ എന്ത് ചെയ്യും? തീയും കെട്ടുപോകുന്നല്ലോ. കാട്ടിലെ മൃഗങ്ങൾ വന്ന് കഴിക്കുന്നതിന് മുൻപ് ഇവിടത്തെ തണുപ്പ് കൊണ്ട് തന്നെ നമ്മൾ ചാകുമെന്ന് തോന്നുന്നു. സൂരി കുറച്ച് ചിന്തിച്ച് ഇങ്ങനെ പറഞ്ഞു. എന്റെ കയ്യിൽ ഒരു പ്ലാനുണ്ട്. എന്റെ ബാഗിനുള്ളിൽ ഒരു പാത്രവും ചായപ്പൊടിയും ഉണ്ട്. അതിൽ തീ കെട്ടുപോയാലും ചൂടുണ്ടായിരിക്കും. നമ്മളെയും ചൂടാക്കി നിർത്തും. സൂരി ഉടനെ ആ പാത്രം വെളിയിലെടുത്തു. പിന്നെ എല്ലാവരും അവരവരുടെ വെള്ളവും കൊടുത്തു. എന്നിട്ടും അപ്പോൾ വെള്ളം കുറവായിരുന്നു. അവിടെ തൊട്ടടുത്തായി കുറച്ച് മഞ്ഞുകട്ടകൾ കിടപ്പുണ്ടായിരുന്നു. അവൻ അവിടെ ചെന്ന് അതും കൈക്കലാക്കി. ആ ബ്ലാക്ക് ടീ ഉണ്ടാക്കി കഴിഞ്ഞതും അവർ കത്തിച്ച തീയും കെട്ടുപോയി. അത് കുടിച്ചപ്പോൾ എല്ലാവർക്കും കുറച്ച് ഉന്മേഷവും തോന്നി. എല്ലാവരും അവനെ പുകഴ്ത്തുകയും ചെയ്തു. എന്നാൽ അയാൻ മാത്രം ഒന്നും സംസാരിക്കാതെ അത് കുടിച്ചു. കുറച്ചു സമയത്തിന് ശേഷം അവർക്ക് ഇലയുടെ ശബ്ദം കേൾക്കാൻ തുടങ്ങി. എല്ലാവരും പേടിച്ച് പിന്നിലുണ്ടായിരുന്ന മരം നോക്കാൻ തുടങ്ങി. എന്താണെന്ന് നോക്കിയപ്പോൾ അത് അവരുടെ ടീച്ചറായിരുന്നു. അപ്പോഴാണ് എല്ലാവർക്കും ശ്വാസം തിരിച്ചു കിട്ടിയത്. ക്യാമ്പിലേക്ക് വന്നതിന് ശേഷം ടീച്ചർ എല്ലാവരെയും പുകഴ്ത്തി സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ അവരെല്ലാവരും ഇപ്പോൾ സുരക്ഷിതരായിരിക്കാനുള്ള കാരണം സൂര്യയാണെന്നുള്ളത് അയൻ പറഞ്ഞു. അയാൻ ഇങ്ങനെ പറഞ്ഞത് കേട്ട് സൂരി ഒരുപാട് സന്തോഷിച്ചു. സൂര്യയുടെ ഈ ബുദ്ധിസാമർഥ്യം കേട്ട് എല്ലാവരും അവനോട് സൗഹൃദം കൂടാൻ ആഗ്രഹിച്ചു. സൂര്യക്ക് ആ ടീ അപ്പോൾ ഉണ്ടാക്കാൻ അറിയില്ലായിരുന്നെങ്കിൽ ഇന്ന് ആ കുട്ടികൾ അവന്റെ ഫ്രണ്ട്സേ ആകില്ലായിരുന്നു. ഇന്ന് ആദ്യമായി അവനൊരു ചായക്കടക്കാരനാണെന്നുള്ളതിൽ അഭിമാനിച്ചു. അടുത്ത ദിവസം ഒരുപാട് സന്തോഷത്തോടെ അവന്റെ അച്ഛന്റെ അടുത്തേക്ക് പോയി നടന്ന എല്ലാ കാര്യവും അദ്ദേഹത്തോട് പറഞ്ഞു. ആഹാ, അതെന്തായാലും നന്നായി. നിനക്കൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. എനിക്ക് വേറെ ഒരു ജോലി കിട്ടി. സൂരി ഇത് കേട്ട് ഒരുപാട് ഷോക്കോടെ വിഷമിക്കാൻ തുടങ്ങി. വേണ്ടച്ചാ, അച്ഛൻ ജോലി മാറ്റേണ്ട ഒരു കാര്യവുമില്ല. അച്ഛൻ ഏത് ജോലി ചെയ്താലും അത് നല്ല ജോലിയാണ്. അതുപോലെ ഒരു ജോലിയും ചെറുതുമല്ല വലുതുമല്ലെന്ന് എനിക്ക് ഇപ്പോൾ മനസ്സിലായി. സൂര്യയുടെ അച്ഛൻ ഇത് കേട്ട് ഒരുപാട് സന്തോഷിച്ചു. അങ്ങനെ അടുത്ത ദിവസം മുതൽ സൂര്യ ഒരുപാട് സന്തോഷത്തോടെ തന്റെ അച്ഛനെ സഹായിക്കാൻ തുടങ്ങി. പിന്നെ സൂര്യ സ്കൂളിൽ എത്തിച്ചേർന്നതും എല്ലാവരും അവന്റെ അടുത്തേക്ക് വന്ന് സംസാരിക്കാൻ തുടങ്ങി. അതോടൊപ്പം അവനുമായി കളിക്കുകയും ചെയ്തു.